എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ യാത്ര പറയാൻ വന്ന. ഈ വേഷം അതൊക്കെ കിട്ടി. പോട്ടെ സെറീന, ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. മരണം മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴും ഇത്തിരി സ്നേഹം തന്നേന്, ജീവൻ പോലും പണയം വെച്ച് ഞങ്ങളെ സഹായിച്ചേന്. നന്ദി വേണ്ട എനിക്ക്. ഈ മനസ്സിലെ സ്നേഹം മാത്രം മതി. എന്റെ ഗോപിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും പഠിച്ചു നമ്മളെ തീർച്ചയായും ഒന്നിപ്പിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. മരണത്തിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്ന എനിക്ക് നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും? Oh my God. Serena, Serena, open the door. दरवाजा खोलो सेरेना. Why are you looking so tense? Nothing, Daddy. बेटे, मैंने आपके लिए हेलीकॉप्टर अरेंज किया था. वापस क्यों नहीं गए? वो मैंने सोचा कि Tell me, आप वापस क्यों नहीं गए? जाने से पहले आपको मिलना चाहती थी. Oh, I'm so sorry. Who's there? Who's there? What are you doing here? Bola! You are not Pakistani soldier. Who are you? You prisoner? Why are you wearing this dress? No, Daddy. Please don't kill him, Dad. What did you say? You know him? Do you know him? Daddy. How can you cheat your father and your country? Don't move. ഞങ്ങളിൽ ഒരുത്തന്റെ ചോര കുടിക്കാൻ ഇനി നീ ഉണ്ടാവില്ല. This is your nasty last game. ചതിയിലും വഞ്ചനയിലും കൊടുക്കാമെന്നല്ലാതെ നീയൊക്കെ 100 ജന്മത്ത് അവസരിരുന്നാലും ഭാരതാംബയെ ഒന്ന് തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. ഹിന്ദുസ്ഥാന്റെ ദാനമായിരുന്നു പാകിസ്ഥാൻ. ആ ദാനം ഞങ്ങൾ തിരിച്ചെടുക്കും ജാഫർ ഖാൻ. ഇന്ത്യക്കാരനെന്ന് കേട്ടാൽ നിനക്ക് വെറിയാണല്ലേ? മലയാളം കേട്ടാൽ കലിയാണല്ലേ? പറയണ മലയാളം, പറയണ പട്ടി, പറയാൻ. പറയാമേട മലയാളിയെ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം കറപ്പ. ഇന്നത്തെ രാത്രി നിന്റെ ഒക്കെ രാജ്യം കത്തിച്ചാമലാകും. Daddy, ഒന്നും ചെയ്യരുത്. മാറിക്ക്. No. മാറാൻ. Please. Please, Gopi. സെറീന, മാറാൻ. No. Catch him.
സാരമില്ല, എന്നെ നോക്കണ്ട. അങ്ങനെയൊന്നും വിജയിച്ചാവൂല. വേഗം അണ്ടർഗ്രൗണ്ടിലെ ബങ്കറിലേക്ക് ചെല്ല. മിസൈലിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കാണും. ആറ്റം ബോംബ് ഇവിടുന്ന് പൊങ്ങാൻ അനുവദിക്കരുത്. ഇക്കാര്യത്തിൽ മറ്റാരേക്കാളും കൂടുതൽ നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ കഴിയുന്നത് നിനക്കായിരിക്കും. നിനക്കേ അതിന് കഴിയൂ. ആ ആറ്റം ബോംബ് ഡിഫ്യൂസ് ആക്കണം. ചെല്ല് ചെല്ല് സാർ, ചെല്ല്. ഇനി ഇവിടെ ആരുമില്ല. നീ വേഗം ചെല്ല്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഗോ ഗോ ആൻഡ് ഡു ഇറ്റ്. ഇവനെ ഞാൻ മാനേജ് ചെയ്തോളാം. ഗോപിയ മിസൈൽ ഡിഫ്യൂസ് ചെയ്യാൻ നോക്ക്. 12 മിനിറ്റുകളേ ഉള്ളൂ. ഗോ ഗോ മാൻ. Gobi, no! You proceed. It's my order. Success. साहब 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 നമ്മുടെ ദൗത്യം വിജയിച്ചു അല്ലേ? അതെ സാഹബ്. മിടുക്കൻ. ഇനി പൊയ്ക്കോളൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. സാർ സാറില്ലാതെ ഞാൻ പോവാനോ? എന്നെ രക്ഷിക്കാൻ നിനക്കാവില്ല. ഗുഡ് ബൈ. ജയ് ഹിന്ദ്. സാഹബ് സാഹബ് മക്കളെ, നിന്റെയൊക്കെ ബോംബ് കൊണ്ട് നിന്നെയൊക്കെ തന്നെ ചുട്ടുകരിക്കണം ഞാൻ. വെക്കടോ വെടി.
Zarina, 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 Zarina. പാകിസ്ഥാനെ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ ജയിച്ച സന്തോഷത്തിലാണ് നാം ഇപ്പോൾ. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട നൂറുകണക്കിന് ധീരന്മാരായ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചുരുകയാണ്. കൂടപ്പിറപ്പുകളെ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ സഹപ്രവർത്തകർ മരിച്ചു വീണപ്പോഴും മനസാന്നിധ്യം ചോർന്നു പോകാതെ രക്ഷപ്പെട്ടവരുമായി പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യയിലെത്തി എൻ്റെ മാതൃരാജ്യത്തിന്റെ മാനം കാക്കാൻ കഴിഞ്ഞത് ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. ധീര രക്തസാക്ഷിത്വം വരിച്ച ആയിരക്കണക്കിന് വീരയോദ്ധാക്കൾ ഒഴുക്കിയ ചോരപ്പുഴയിലൂടെയാണ് നമ്മൾ ഈ മഹാവിജയം നേടിയെടുത്തത്. ആ ചോരപ്പുഴയിലെ ഒരു തുള്ളി മാത്രമാണ് എളിയവനായ ഈ ഗോപിനാഥൻ. അല്ല, എളിയവനല്ല, വലിയവനാ. ഈ നാടിന്റെ മാനം കാത്ത വലിയവൻ. പെറ്റമ്മയെ പിച്ചു ചീന്തിയവർ ഇന്ന് മതത്തിന്റെ പേരും പറഞ്ഞ് അപ്പുറത്ത് നിന്ന് കൊലവിളി നടത്തുന്നുണ്ട്. ഈ പാകിസ്ഥാൻകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്നും ലോകത്തെവിടത്തെക്കാളും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സ്വതന്ത്രരായി കഴിയുന്ന ഏക രാജ്യം ഇന്ത്യ. ഈ ഭാരതത്തെ, പാകിസ്ഥാൻകാരന്റെ ജീവന് പോലും ജന്മം നൽകിയ ഈ ഭാരതത്തെ സ്നേഹിക്കുന്നവർ അങ്ങ് പാകിസ്ഥാനിലുണ്ട്. അതിന് തെളിവാ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഈ ഗോപിക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയ പാകിസ്ഥാൻ ജനറലിന്റെ മകൾ സെറീന ഗോപിനാഥ്.